ഇന്ന് രാവിലെ തന്നെ അനീഷും ആദിലയും നൂറയൊക്കെ തമ്മിലൊരു വഴക്ക് നടക്കുകയാണേ. അതായത് അനീഷ് രാവിലെ എണീറ്റ് മുറ്റത്ത് നമ്മുടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ കൂടെ നടന്ന സമയത്ത് ആദിലയും നൂറയും അവരും ഉറക്കം എഴുന്നേറ്റ് വന്നേ. ഉടനെ തന്നെ അനീഷ് പറയാണ്, ഇത്രയും കാലം ഇവര് അഭിനയിക്കായിരുന്നു അത്രേ. അതായത് രാവിലെ എഴുന്നേൽക്കാതെ. അനീഷ് വന്ന് ഇവരെ വിളിക്കുന്ന സമയത്തൊക്കെ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച്, ഇറിറ്റേഷൻ ആണെന്ന് അഭിനയിച്ച്, ആൾക്കാരുടെ ഇടയില് അനീഷ് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് ചിത്രീകരിക്കുകയായിരുന്നു. "ഇപ്പം നിങ്ങൾക്ക് എണീക്കാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് എണീക്കാൻ പറ്റും അല്ലേ?" എന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ തന്നെ അവരെ ചൊറിയാൻ പോയി. സോ അവര് മിണ്ടാതിരിക്കില്ല. ആദിലയും നൂറയും തിരിച്ചും പറയുന്നുണ്ട്. അനീഷ് എന്നിട്ട് ഇവര് കൊളാബറേഷൻ ചെയ്തിട്ടാണ് അവിടെ നിക്കുന്നത്. ആനയാണ്, ചേനയാണ്. എന്തിനാണ് ഇതൊക്കെ പറയേണ്ട ആവശ്യം? എനിക്കറിയില്ല. ഈ അനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അനീഷിന് അത്യാവശ്യം പ്രേക്ഷക പിന്തുണയുണ്ട്. എല്ലാം ശരിയാണ്. എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ സമൂഹത്തിൽ മോശക്കാരാക്കേണ്ട കാര്യമൊന്നുമില്ല. ആദിലയും നൂറയും രാവിലെ എണീക്കേണ്ട കാരണം അനീഷാണ്. അനീഷ് രാവിലെ എണീറ്റിട്ട് ഏതൊരു ഇപ്പം മോർണിംഗ് ടാസ്ക് ആയിക്കോട്ടെ, എപ്പോ സ്റ്റോർ റൂമിൽ ബെല്ല് കേട്ടാലും സാധനങ്ങൾ എടുക്കുകയും അങ്ങനെ അനീഷ് മറ്റുള്ളവരുടെ ഡ്യൂട്ടീസ് പോലും പ്രോപ്പറായിട്ട് അവരെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യാണ്. അവരുടെ മേലൊരു പ്രഷർ കൊടുക്കുകയാണ് അനീഷ്. അനീഷിന് ക്യാപ്റ്റന്റെ ജോലികൾ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇതിപ്പോ അനീഷ് 4 മണിക്ക് എണീറ്റ് ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് ഇവര് നിർബന്ധിതരാവുകയാണ്. 5 മണിക്കോ 6 മണിക്കോ 4 മണിക്കോ ഒക്കെ എണീക്കാൻ വേണ്ടിയിട്ട്. പിള്ളേര് എണീറ്റ് അവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് ഇത്രയും കാലം നിങ്ങൾ അഭിനയിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെറുതെ ചൊറിയാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതായത് അവരെ നെഗറ്റീവ് ആക്കുക സമൂഹത്തിൽ. ഓൾറെഡി അവരൊരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഹെയ്റ്റും ഒക്കെ നേരിട്ട് ബിഗ് ബോസിലേക്ക് പോയതാണ്. അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യുന്നത്. അനീഷ് ഇന്നലെ അവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ക്യാപ്റ്റൻ എന്ന നിലയില് ആദില ഇന്നലെ പറഞ്ഞു അനീഷിന്റെ അടുത്ത്. അതായത് അവര് ചെയ്തോളാം. അപ്പൊ അനീഷ് ചേട്ടന് അത് കിട്ടുകയാണെങ്കിൽ അനീഷ് ചേട്ടൻ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തോ. ജസ്റ്റ് എനിക്ക് അതൊന്ന് തന്നാ മതി. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അപ്പം ഞാൻ വായിച്ചോളാം. അപ്പൊ അതുപോലും അനീഷിന് ഓക്കെ അല്ല. ഇപ്പൊ അവര് രാവിലെ എണീറ്റപ്പോ അവര് ഫേക്കാണ്. പിന്നെ അവര് കൊളാബ് ചെയ്യുന്നു. അനീഷ് കണ്ടെത്തുന്ന കുറ്റങ്ങളാണ്. അത്യാവശ്യം നല്ല മറുപടി ആദില എല്ലാത്തിനും കൊടുക്കുന്നുമുണ്ട്. പക്ഷെ ഇത് അവരെ ചൊറിഞ്ഞ് അനീഷിന് വേണ്ടത് അവരെ ഇങ്ങനെ ചൊറിയുക. എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് റിയാക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വെച്ച് വിക്ടിം കാർഡ് ഇറക്കുക. അവര് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ നല്ല PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനടുത്ത് അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷിന് PR ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അനീഷ് അങ്ങോട്ട് പോയിട്ട് ചൊറിയും. ആരെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻസിനെ കുറിച്ച് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. അനീഷ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ അനീഷ് ചൊറിഞ്ഞിട്ടാണ് ആ പിള്ളേർ ഇങ്ങോട്ട് റിയാക്ട് ചെയ്തത് എന്നത് ആരും പറയത്തില്ല. ഷാനവാസ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഷാനവാസും അനീഷും തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട്. എന്താണെന്നേ, ഒരു ഒരു മനുഷ്യൻ രാവിലെ ഉറക്കം എണീറ്റില്ലെങ്കിൽ കുറ്റം. അവര് നേരത്തെ ഉറക്കം എണീക്കാന്ന് വിചാരിച്ച ക്യാപ്റ്റനാണ് അതിലിപ്പോ. അതുകൊണ്ട് നേരത്തെ ഉറക്കം എണീറ്റപ്പോൾ ഇത്രയും കാലം അവർ ഫേക്ക് ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അനീഷ് എന്തോന്ന് 100% തനി തങ്കമാണോ? അനീഷ് ഒരു കള്ളത്തരവും പറയുന്നില്ലേ? അനീഷ് ഒരു ഫേക്ക് ഗെയിമും അവിടെ കളിക്കുന്നില്ലേ? എല്ലാവരും അവിടെ കളിക്കുന്നുണ്ട്. അനീഷ് ഈ കാണിക്കുന്നതൊക്കെ ഗെയിമാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള 7 സീസൺ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ അറിയാം. വിക്ടിം കാർഡ് കളിയാണെന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ അനീഷിന്റെ ഫാമിലി വന്നപ്പോൾ എന്താണ് ആദ്യ ആഴ്ച കളിച്ചതുപോലെ കളിക്കണമെന്ന് പറയുന്നത്? അപ്പൊ ആദ്യ ആഴ്ചയൊക്കെ അനീഷ് കളിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അതുപോലെ കളിക്കണമെന്ന് പറയണതിന്റെ കാരണം എന്താണ്? അന്ന് കളിച്ചതാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ അനീഷ് കാണിക്കുന്നതും കളിയാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.